CJP പ്രതിഷേധ സമരത്തിൽ ഘോരഘോരം സംസാരിച്ചിരുന്ന, അതായത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ഘോരഘോരം സംസാരിച്ചിരുന്ന ഒരു MP കൂടിയാണ് KC വേണുഗോപാലൻ. പക്ഷേ ഈ KC വേണുഗോപാലിനെ ഉത്തരം മുട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ तेजस्वी. आ वीडियो നമുക്ക് ആദ്യമേ തന്നെ കണ്ടിട്ട് വരാം വീഡിയോയിലേക്ക്. वेणुगोपाल जी मुझे याद किए कर्नाटक के बारे में. वेणुगोपाल जी, मैं आपके माध्यम से अध्यक्ष जी उनको बताना चाहता हूं, इसी साल SSLC का प्रिपरेटरी पेपर लीक हुआ है, PUC का प्रिपरेटरी पेपर लीक हुआ है. मधु बंगारप्पा का रेसिग्नेशन कब लेंगे आप, वो बताइए, कब लेंगे आप? जस्टिस इज नॉट अ वन वे स्ट्रीट. Principle is not a one-way street; it's a two-way street. Venugopal ji, two-way street. ഇനി ഈ തേജസ്വി പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. 2026 ജനുവരി മാസത്തിൽ കർണാടകയിൽ നടന്ന SLC 10ാം ക്ലാസ് പ്രിപ്പറേറ്ററി പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നു. പക്ഷെ ആ ചോദ്യപേപ്പർ ചോർന്നത് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ആണെന്നാണ്. ശരിയാണ്, ശരിക്കും അത് കോൺഗ്രസ് തന്നെയാണ് ചോർത്തത്. അതിന്റെ കഥ നമുക്കൊന്ന് പറഞ്ഞിട്ട് വരാം. അതായത് 2026 ഈ പരീക്ഷാ ചോർച്ച നടക്കുന്നത്. കർണാടക സ്കൂൾ പരീക്ഷാ ബോർഡ് KSEAB നടത്തുന്ന SLC പ്രിപ്പറേറ്ററി പരീക്ഷ ജനുവരി ആദ്യ വാരത്തിൽ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷാ വിഷയങ്ങളുടെ ചോദ്യ പേപ്പറുകൾ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ചോർന്നു. നോക്കണം, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെയാണ് ചോർന്നത്. ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിട്ടിയിട്ടോ അപ്പോഴൊന്നും അല്ല ചോർന്നത്, അതിനു മുന്നേ തന്നെ ചോർന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ചോർന്നത്? അധ്യാപകർക്ക് പരീക്ഷാ ചോദ്യ പേപ്പറുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബോർഡ് നൽകിയ ലോഗിൻ കോഡുകൾ ദുരുപയോഗം ചെയ്താണ് പേപ്പർ ചോർത്തിയത്. അതായത് അധ്യാപകർക്ക് അത് കൊടുക്കുമല്ലോ, ലോഗിൻ ചെയ്യാനായിട്ട് ID-യും പാസ്വേഡും കൊടുക്കുമല്ലോ. സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട ആ കോഡ് മുഖേനയാണ് ഈ ഒരു പരീക്ഷ, അതായത് പ്രിപ്പറേറ്ററി പരീക്ഷ പേപ്പർ ചോർന്നത്. ഇനി എങ്ങനെയാണ് ചോർത്തിയതും കൂടി നോക്കാം. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ ചാനലുകൾ വഴി 200 രൂപ മുതൽ 500 രൂപ വരെ ഈടാക്കി വിദ്യാർത്ഥികൾക്ക് ഈ പേപ്പർ വിൽക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയാസ്, അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ടെലഗ്രാമും പോലെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എക്സെട്ര പല പ്ലാറ്റ്ഫോമുകളിലും ഈ ചോദ്യ പേപ്പർ ആവശ്യക്കാർക്ക് 200 രൂപയ്ക്കും 500 രൂപയ്ക്കും വിറ്റിട്ടാണ് ഇത് വാങ്ങിച്ചത്, അതായത് ഈ പേപ്പർ ചോർന്നത്. ഇനി ഇതിനെതിരെയുള്ള നടപടികൾ എന്തായിരുന്നു? കർണാടക സൈബർ ക്രൈം പോലീസിന്റെ അന്വേഷണത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അടക്കം 6 അധ്യാപകരും 2 വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പ്രതികൾ അറസ്റ്റിലായി. പക്ഷെ ആ പ്രിപ്പറേറ്ററി പരീക്ഷയുടെ പേപ്പർ ചോർന്നു. ആ പരീക്ഷ എഴുതാൻ വന്ന പിള്ളേര് ആരായി? ഈ സംഭവം കർണാടകയിൽ നടക്കുമ്പോൾ അപ്പോൾ മുഖ്യമന്ത്രി DK ശിവകുമാറാണ്, ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറാണ്. എന്നിട്ട് ഈ DK ശിവകുമാറാണ് അങ്ങ് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റില് ഇവർക്കെതിരെ സംസാരിച്ചത്. എന്ത് ധൈര്യമുണ്ട്! അതേപോലെ ഇവിടെ കേരളത്തിൽ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടേ. ഇപ്പൊ ഈ കർണാടകയിൽ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് അതൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ വ്യാജമാണെന്ന് മറ്റൊരു വരുത്തി തീർക്കൽ കൂടി നടക്കുന്നുണ്ട്. ഇതേ സമയത്താണ് ഇവർ ദില്ലിയിലെ CJP പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ അപ്പോഴും ഘോരഘോരം അവർക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പൊ കർണാടകയിലെ പിള്ളേർക്ക് നീതി ലഭിക്കേണ്ടേ? അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണ്ടേ? ഇനി തേജസ്വി പറഞ്ഞ രണ്ടാമത്തെ PUC എക്സാമിന്റെ ചോർച്ച കൂടി നമുക്ക് എങ്ങനെയാണ് നോക്കാം. 2026 ഫെബ്രുവരി അവസാന വാരത്തിലാണ് സെക്കൻഡ് PUC പരീക്ഷകൾ തുടങ്ങാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. കന്നഡ, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ ചോദ്യ പേപ്പറുകൾ ചോർന്നുവെന്നും 100 രൂപ മുതൽ 500 രൂപ വരെ നൽകിയാൽ പേപ്പർ ലഭിക്കുമെന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യൂട്യൂബ് ചാനൽ ഇതെല്ലാം സൗജന്യമായിട്ട്, അതായത് ഇതൊക്കെ ഒരു വിങ് ആണ്. ഈ ചോദ്യ പേപ്പർ ചോർത്തുന്ന ഒരു വിങ് ആണ്. ഈ ചോദ്യ പേപ്പർ ചോർത്തുന്ന ഒരു വിങ് അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അത് വിൽപ്പന ചരക്കാക്കുക, അതിന്റെ ടൂൾ ആക്കിയതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ടൂൾ ആക്കുകയാണ് ഇവർ ചെയ്തത്. എന്നാൽ കർണാടക സ്കൂൾ പരീക്ഷാ ബോർഡ് പ്രൊഫഷണൽ വ്യക്തത നൽകുകയും പരീക്ഷാ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായ തെളിവുകളുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്രയും കർണാടക നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുളഞ്ഞിരിക്കുമ്പോഴാണ് എങ്ങാണ്ടോ കിടക്കുന്ന പല ആളുകൾ കൂടി ഒരു CJP പാർട്ടി ഉണ്ടാക്കിയത്. അതിൽ നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് അവർക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു ക്യാമ്പയിൻ നടന്നതും ഒരു മൂവ്മെന്റ് ആയതും. പിന്നെ അതിനെ തുടർന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ തേജസ്വി ചോദിച്ച പോലത്തെ കർണാടകയിലെ വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? എന്തുകൊണ്ട് രാജിവെക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാരും ഈ CJP പാർട്ടി ഒന്നും പറയുന്നില്ല? എന്തുകൊണ്ട് ഈ കർണാടകയുടെ പേര് തന്നെ ഈ ചിത്രത്തിൽ അവശേഷിക്കുന്നില്ല? ഇതെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ ചിലർക്കൊക്കെ മൗനമാണ്. ആ മൗനം
മാറ്റമാണ് നമ്മളിപ്പോൾ KC വേണുഗോപാൽ കണ്ടത്. കാരണം KC വേണുഗോപാൽ അവിടെയുള്ള കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. ആ KC വേണുഗോപാൽ ഇതെല്ലാം പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം 2016 PUC ചോദ്യ പേപ്പർ ചോർച്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കെമിസ്ട്രി പേപ്പർ 2 തവണ ചോരുകയും വൻ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്ത നാട് കൂടിയാണ് ഈ കർണാടക. അപ്പോൾ ഈ കർണാടകയിൽ തുടർന്നും പല ചോർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് രാജസ്ഥാനിലേക്ക് പോയി അവിടെ RPSC എക്സാമിന്റെ ചോർച്ചയുണ്ട്. എല്ലാം 2026 നടന്നേക്കണേ. ഇനി വേണം നമുക്ക് പഞ്ചാബിലേക്ക് പോയി. പക്ഷെ പഞ്ചാബ് ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല, ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലാണെങ്കിലും ഇപ്പോൾ അവിടുത്തെ ഫാർമസി അസിസ്റ്റന്റ് എക്സാം ഫാർമസി ഓഫീസേഴ്സിന്റെ എക്സാമിൽ ഇതുപോലെ സ്കാം നടന്നിട്ടുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പുറമേലേക്ക് ബ്ലൂടൂത്ത് വഴിയോ അതോ മറ്റു ഉപകരണങ്ങൾ വെച്ച് സ്കാൻ ചെയ്ത് അയക്കുകയും അവിടെ നിന്ന് ആൻസേഴ്സ് തിരിച്ചിങ്ങോട്ട് കിട്ടുകയും അങ്ങനെയാണ് സ്കാം നടന്നിരിക്കുന്നത്. ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. ഇവർക്ക് വിഷയം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരും ഒക്കെ രാജിവെക്കണമെന്ന് മാത്രമാണ് ഇവരുടെ വിഷയം. അല്ലാതെ ഇവരുടെ ബാക്കിയുള്ള ഏത് നാട്ടിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ആര് ഭരിച്ചാലും ഇവർക്ക് ഒരു വിഷയമല്ല. അവിടെ എന്ത് സ്കാം നടന്നാലും ഇവരെ ബാധിക്കുന്ന വിഷയം കൂടിയല്ല. അപ്പോൾ ശരിക്കും ഇവരുടെ വിഷയം ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ തേജസ്വി നല്ല അടിപൊളി മറുപടിയാണ് KC വേണുഗോപാൽ കൊടുത്തത്. KC വേണുഗോപാൽ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ KC വേണുഗോപാൽ നിന്ന് വെപ്രാളപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഇത്തരം സ്കാം നടക്കുമ്പോൾ അവിടെയും CJP പാർട്ടി എന്തുകൊണ്ട് ഈ മൂവ്മെന്റ് ആയിട്ട് വരുന്നില്ല? പഞ്ചാബിൽ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല? നമുക്ക് നോക്കാം ഇനി പഞ്ചാബിലേക്ക് അഭിജിത് ദീപ്കെ പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ നമുക്കറിയാം.